ശ്രീല പ്രഭുപാദിന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്ത പ്രഭുവിന്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ചതാണ്. അപ്പൊ അതില് മുതിർന്ന ശിഷ്യന്മാരും പ്രഭുപാദും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നത്. അപ്പൊ അതില് തമാൽ കൃഷ്ണ ഗോസ്വാമി മഹാരാജ് ഒരു വട്ടം പറഞ്ഞൊരു കാര്യമാണ് പറയുന്നത്. അദ്ദേഹം ബോംബെയിലായിരുന്ന സമയത്ത് പ്രഭുപാദ് അവർക്ക് കൊടുത്ത സർവീസ് ലൈഫ് മെമ്പർഷിപ്പ് പ്രോഗ്രാം കളക്ട് ചെയ്യാനാണ്. അപ്പം അവിടെ ഒരുപാട് ബിസിനസ്സുകാരുണ്ട് ബോംബെയിൽ. അപ്പോൾ അവരെയൊക്കെ കണ്ടിട്ട് പ്രഭുപാദിന്റെ പുസ്തകങ്ങളുടെ ഗുണത്തെക്കുറിച്ചും ഈ മൂവ്മെന്റിനെ കുറിച്ചും ഒക്കെ പറഞ്ഞിട്ട് അവരെ ലൈഫ് മെമ്പർ ആക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു നല്ലൊരു ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് കിട്ടും, അപ്പോൾ ബുക്സും കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരു പ്രോഗ്രാം. അങ്ങനെയാണ് പ്രഭുപാദ് ഇന്ത്യയിൽ ഫണ്ട് കളക്ഷൻ അറേഞ്ച് ചെയ്തു. അപ്പം തമാൽ കൃഷ്ണ ഈ ബോംബെ ടെമ്പിൾ കൺസ്ട്രക്ഷന് വേണ്ടി തമാൽ കൃഷ്ണ മഹാരാജനെയും ഗിരിരാജ് മഹാരാജനെ ആയിരുന്നു ആദ്യം ഏൽപ്പിച്ചത്. അപ്പൊ അവർ രണ്ടുപേരും ഓരോ ദിവസവും പല പല സ്ഥലത്ത് പോയി ഫണ്ട് കളക്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ അവർക്ക് ഒരു ഡ്രൈവറായിട്ടൊരു ഡിവോട്ടി വന്നു. പ്രഭുപാദിന്റെ തന്നെ ശിഷ്യനാണ് ചൈത്യ ഗുരു എന്ന് പറഞ്ഞ ഒരു ഡിവോട്ടി, ചൈത്യ ഗുരു ദാസ് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഇതെന്ന് പറഞ്ഞാൽ ഒരു സിഖുകാരനായിരുന്നു. അപ്പൊ അദ്ദേഹം റെഗുലർലി ഇവരെയും കൊണ്ട് എപ്പോഴും ഓരോരോ ഓഫീസുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ അദ്ദേഹം പിന്നെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴത്തേന് അദ്ദേഹം സ്വന്തമായിട്ട് കളക്ട് ചെയ്യാൻ തുടങ്ങി. സ്വന്തമായിട്ട് കളക്ട് ചെയ്യാന്ന് വെച്ചാൽ ആ പണം അദ്ദേഹം വച്ചിരിക്കാനാണ് തുടങ്ങി. അപ്പൊ ഇത് തമാൽ കൃഷ്ണ മഹാരാജ് മനസ്സിലാക്കി പ്രഭുപാദിനോട് പറഞ്ഞു. പ്രഭുപാദ് പക്ഷെ ഒന്നും ഇതായിട്ട് പറഞ്ഞില്ല, അത് അദ്ദേഹത്തിന് എഗൻസ്റ്റ് ആയിട്ടൊന്നും പറഞ്ഞില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ആ സർവീസിൽ നിന്ന് മാറ്റി. പക്ഷെ ഒന്നും പ്രഭുപാദ് അത് വിട്ടുകളഞ്ഞു. പക്ഷെ പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പോഴത്തേന് ഈ ചൈത്യഗുരു അവിടെ ബോംബെയിൽ തന്നെയുള്ള ഒരു ബോഗസ് ആയിട്ടുള്ള ഒരു യോഗിയുടെ കൂടെ താമസിക്കാനായിട്ട് തുടങ്ങി. ഈ ഇസ്കോണിൽ നിന്ന് മാറി. എന്നിട്ട് അദ്ദേഹം ഈ യോഗി എന്ന് പറഞ്ഞ മൂക്കിലൂടെ ഒരു നാണയം വെച്ച് ചെവിയിലൂടെ എടുക്കുന്ന അങ്ങനത്തെയൊക്കെ ഈ മിസ്റ്റിക് പവർ ഉള്ള ഒരു യോഗിയാണ്. അപ്പൊ അയാളുടെ കൂടെ താമസിക്കാൻ തുടങ്ങിയപ്പോഴത്തേന് തമാൽ കൃഷ്ണ മഹാരാജൻ അത് ഭയങ്കര പ്രഭുപാദ് ആദ്യത്തെ തെറ്റ് ക്ഷമിച്ചു. പിന്നെ ഇദ്ദേഹം ഇങ്ങനെ ചെയ്തപ്പോഴത്തേന് തമാൽ കൃഷ്ണ മഹാരാജൻ ഭയങ്കര വിഷമായി. എന്നിട്ട് പ്രഭുപാദിന്റെ അടുത്ത് പറഞ്ഞു, ഇത് ഒരു ലിമിറ്റ് കഴിഞ്ഞു എന്നിങ്ങനെ പ്രഭുപാദിനോട് പറഞ്ഞു. അപ്പൊ പ്രഭുപാദ് തിരിച്ചു പറഞ്ഞത്, നിത്യാനന്ദ പ്രഭുവിന്റെ കാരുണ്യത്തെ കുറിച്ച് എനിക്ക് അറിയുമോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പൊ എന്താ പ്രഭുപാദ് ചോദിച്ചപ്പോഴത്തേന് പ്രഭുപാദ് പറഞ്ഞു, നിത്യാനന്ദ പ്രഭുവിന്റെ കാരുണ്യത്തിന് ഒരു സമുദ്രത്തെ പോലെയാണ്, അതിരില്ലാത്തൊരു സമുദ്രത്തെ പോലെയാണ് എന്നിങ്ങനെ പ്രഭുപാദ് തമാൽ കൃഷ്ണ മഹാരാജനോട് പറഞ്ഞു. അപ്പം അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുന്ന, അതുകൊണ്ട് പ്രഭുപാദും അതേപോലെ കാരുണ്യം അദ്ദേഹത്തിനോടുണ്ട് എന്നുള്ള രീതിയിലാണ് പ്രഭുപാദ് പറഞ്ഞത്. അപ്പം തമാൽ കൃഷ്ണ മഹാരാജന് പിന്നൊന്നും പറഞ്ഞില്ല. പിന്നെ അദ്ദേഹം കുറെ നാൾ അങ്ങനെ നിന്നിട്ട് പിന്നെ അദ്ദേഹം തിരിച്ചു വന്നു, ഈ പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു വന്നു ചൈത്യഗുരു. പ്രഭുപാദ് എൻകറേജ് ചെയ്തു. പിന്നെ അദ്ദേഹത്തിന് സന്യാസവും കൊടുത്തു. പക്ഷെ സന്യാസവും കൊടുത്ത് കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും ഈ പ്രസ്ഥാനം വിട്ടുപോയി. പിന്നെ കുറെ നാൾ കഴിഞ്ഞിട്ട് തമാൽ കൃഷ്ണ മഹാരാജ് നോക്കുമ്പോൾ അയാൾ അദ്ദേഹത്തിൻ്റെതായ എന്തോ റിലീജിയസ് ഇതൊക്കെ ചെയ്ത് ജീവിക്കുകയാണ് എന്നുള്ളത് പറഞ്ഞു. എന്നിട്ട് തമാൽ കൃഷ്ണ മഹാരാജ് ഇതൊക്കെ കണ്ടിട്ട് അദ്ദേഹം പറയുന്നത്, ശ്രീല പ്രഭുപാദ് വളരെയധികം കമ്പാഷനേറ്റ് ആണ്. വളരെ വളരെ റെയർ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റൻസിൽ മാത്രമേ ഒരു ശിഷ്യനെ പ്രഭുപാദ് റിജക്റ്റ് ചെയ്യത്തുള്ളൂ എന്ന് അതിൽ നിന്ന് തനിക്ക് മനസ്സിലായി എന്നുള്ളത് തമാൽ കൃഷ്ണ മഹാരാജ് പറയുന്നു. അത്രയും കമ്പാഷനേറ്റ് ആണ് പ്രഭുപാദ് എന്നുള്ളത്. ലീലാമൃതയിൽ നമുക്ക് വായിക്കാം, പ്രഭുപാദിന്റെ ശിഷ്യന്മാർ, അതായത് GBC അങ്ങനത്തെ ഉള്ള അവരെയൊക്കെ വളരെയധികം മോശമായിട്ട് പറഞ്ഞ ഒരു ശിഷ്യനെ പ്രഭുപാദ് യു ക്യാൻ ഗോ ഔട്ട് ആൻഡ് എൻജോയ് ഇൻ ദ മെറ്റീരിയൽ വേൾഡ് എന്നിങ്ങനെ പറഞ്ഞതായിട്ട് ലീലാമൃതയിലുണ്ട്. അങ്ങനെയുള്ള വളരെ അപൂർവം സിറ്റുവേഷനിൽ മാത്രമേ ഒരു ശിഷ്യനെ പ്രഭുപാദ് റിജക്റ്റ് ചെയ്തിട്ടുള്ളൂ എന്നുള്ളത് അവിടെ വെച്ച് തന്നെ പ്രഭുപാദിന്റെ കാരുണ്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കി തന്നു എന്ന് തമാൽ കൃഷ്ണ മഹാരാജ് പറഞ്ഞു.